ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മുട്ടക്കറിയാണ് ഇന്ന് റെഡിയാക്കാൻ പോണത്. സാധാരണ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമായിട്ടായിരിക്കും. അധികം ആരും ചോറിന് കൂട്ടി കഴിക്കാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറി ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്കായാലും ഒരുപോലെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ബൗളിലേക്ക് പകുതി സവോള ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യാം. 1 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാലായാലും കുഴപ്പമില്ല. പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട 2 ഓംപ്ലേറ്റ് ആക്കി എടുക്കാം. ഒരു ഭാഗം കുറേശ്ശെ വേവുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ മടക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയിലിടുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ലോണം വെന്തതിൻ്റെ ശേഷം ഓംപ്ലേറ്റ് മടക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയിലിട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് വിടർന്നു പോവും. അത് കാരണം നമ്മൾ വേവണ മുമ്പേ ഇങ്ങനെ ചെയ്തെടുക്കണം. ഒരെണ്ണ റെഡിയായി, പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഓംപ്ലേറ്റും റെഡിയാക്കി എടുക്കാം. ഞാൻ എടുത്ത മുട്ടയുടെ അളവിന് 3 എണ്ണമാണ് ഇട്ട എനിക്ക് കിട്ടിയേക്കണേ. 1/2 ടീസ്പൂൺ പച്ചമല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 കാഷ്യൂ, കുറച്ച് പുതിനയില, അതുപോലെ കുറച്ച് മല്ലിയില. മല്ലിയിലയും പുതിനയിലയും എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതിയിട്ട. 2 തക്കാളി. ഇതെല്ലാം നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് തരാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ചുവന്ന മുളക്, 1 സവോള ചെറുതായി മുറിച്ചത്, കുറച്ച് വേപ്പില. സവോള നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. സവോള നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട, നമ്മൾ ഓൾറെഡി പച്ചമല്ലി അരച്ചെടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം പോട്ടെ. പൊടികളുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണം പേസ്റ്റ് ചേർക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് കറി കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കറി നല്ലോണം കുക്കായിട്ടാ നമ്മൾ അടച്ച് വെച്ച് 2 മിനിറ്റ് തിളപ്പിക്കുന്നില്ലേ, ആ സമയത്ത് തന്നെ ഉപ്പ് ചേർത്തോളൂ. ഞാൻ മറന്നുപോയ കാരണമാണ് ഇപ്പം ചേർക്കണേ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങാപ്പാൽ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്തേക്കണേ. ചേർത്തതിൻ്റെ ശേഷം തിളയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ ഇളക്കി കൊടുത്ത കാരണം പാല് പിരിഞ്ഞിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകൂട്ട. ഇനി ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിക്കോളൂ. റെഡിയാക്കി വെച്ചേക്കണേ ഓംപ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഓംപ്ലേറ്റ് ചേർത്തതിൻ്റെ ശേഷം നമുക്ക് 1 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കണം. ഓംപ്ലേറ്റ് ചേർത്തിട്ട് കറി 1 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് മുറിച്ചിടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.